നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ പിണറായിക്ക്. നീലക്കുറുക്കൻ്റെ ചായമൊക്കെ പോയിരിക്കുന്നു. ഹിന്ദുവിന് കൊടുത്ത ഒരു അഭിമുഖം ഇതുപോലെ വലിയ പാമ്പാകുമെന്ന് പിണറായി ഒരിക്കലും കരുതിയില്ല. ഒരു വശത്ത് പാലൂട്ടി വളർത്തിയ വിഷപ്പാമ്പ് അൻവർ തുരുതരാ കുത്തുന്നു. അതിനിടയിലാണ് വായിൽ നിന്നറിയാതെ ചില വാചകങ്ങൾ അടർന്നു വീണത്. അതും ദേശീയപത്രമായ ഹിന്ദുവിലൂടെ. ഇന്ത്യ മുഴുവൻ അത് വായിച്ചറിഞ്ഞു. കാശ്മീരിന് തുല്യമാണ് മലപ്പുറമെന്ന് വരുത്തി തീർക്കാനാണ് പിണറായി വിജയൻ്റെ ഈ ശ്രമമെന്ന് ഷിബു ബേബി ജോണിനെ പോലെയുള്ളവർ പറയുന്നു. അതിനിടയിലേക്ക് ഇതാ ഗവർണർ ഇരച്ചു കയറി വന്നു. ഈ പ്രശ്നം നിസ്സാരമല്ല. കഴിഞ്ഞ ദിവസം നടത്തിയ ഡൽഹി സന്ദർശനത്തിനിടയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തത്. വെറുതെ പത്രങ്ങൾക്കൊന്നും അത്ര പെട്ടെന്ന് ക്യാപ്റ്റൻ കയറി അഭിമുഖം കൊടുക്കാറില്ല. അതിനൊക്കെ ചില പ്രത്യേക PR ഏജൻസികൾ വിചാരിക്കണം. ഹിന്ദുവിന് അഭിമുഖം നൽകുന്നതും PR ഏജൻസികളുടെ നേതൃത്വത്തിലായിരുന്നു. PR ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അഭിമുഖം നൽകുമ്പോൾ അടുത്തിരുന്നു. പിണറായി വിജയൻ എന്തു പറയും എന്നറിയണമല്ലോ. അഭിമുഖത്തിൽ ഒരു പ്രത്യേക ഭാഗം അങ്ങ് അച്ചടിച്ചു വന്നു. 5 വർഷത്തിനിടയിൽ മലപ്പുറത്ത് നിന്ന് 150 കിലോ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടികൂടി. കേരള പോലീസിന് ഇതിൽ പരം എന്ത് അഭിമാനത്തിനുള്ള വക വേണം? ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. ഹിന്ദുവിൽ വന്ന ഈ വാർത്ത കണ്ട് ഡൽഹിയിലിരിക്കുന്ന രാജ്യം ഭരിക്കുന്നവരൊക്കെ ഞെട്ടി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ ഹവാല പണം അങ്ങ് മലപ്പുറത്തെത്തുന്നു. ഒരുപക്ഷെ കാശ്മീരിന് സമാനമാകാം മലപ്പുറത്തിന്റെ അവസ്ഥ എന്ന് വരുത്തി തീർക്കാനാവും പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. കൃത്യമാണ് കാര്യങ്ങൾ. മലപ്പുറത്തും പട്ടാള യൂണിറ്റ് വേണമെന്നത് ഏറെക്കാലമായി ചിലർ ഉയർത്തുന്ന ആവശ്യമാണ്. തുടർന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ അഭിമുഖം വലിയ വിവാദമായി വളർന്നു. തുടർന്നാണ് ഖേദം പ്രകടിപ്പിച്ച് ഹിന്ദു പത്രം എഴുതിയത്. അപ്പോൾ എല്ലാവരും അന്തിച്ചു നിന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഒരു ഖേദപ്രകടനം അതും ഹിന്ദു നടത്തുന്നു. അഭിമുഖത്തിലെ വിവാദ ഭാഗം നൽകിയത് PR ഏജൻസിയാണ് എന്ന് ഹിന്ദു വിശദീകരിച്ചു. സ്വർണ്ണക്കടത്ത് ഹവാല പരാമർശങ്ങൾ മുൻ വാർത്താ സമ്മേളനത്തിലേതാണ്. PR ഏജൻസിയാണ് ഇക്കാര്യങ്ങൾ തങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അത് അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചതിൽ പത്രത്തിന് തെറ്റുപറ്റി ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ഹിന്ദു വ്യക്തമാക്കിയത്. PR ഏജൻസിയെ കൊണ്ട് ഈ ഭാഗം കൊടുപ്പിച്ചതാരാണ്? കള്ളൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയുണ്ട് എന്ന് PV അൻവറിനെ പോലെയുള്ളവർ. സെപ്റ്റംബർ 9 മുഖ്യമന്ത്രിയുടെ ഈ വിവാദ അഭിമുഖം. അഭിമുഖത്തിനായി കേരള ഹൗസിലെത്തിയപ്പോൾ PR ഏജൻസിയിലെ 2 പേർ കൂടിയുണ്ട്. 30 മിനിറ്റ് നീണ്ടുനിന്നു അഭിമുഖം. പിന്നീട് മുൻ വാർത്താ സമ്മേളനത്തിലെ സ്വർണ്ണക്കടത്ത് ഹവാല പരാമർശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് PR ഏജൻസി രേഖാമൂലം ഹിന്ദുവിനോട് ആവശ്യപ്പെടുന്നു. തുടർന്നാണ് വിവാദ ഭാഗങ്ങൾ അഭിമുഖത്തിൽ ഉൾക്കൊള്ളിച്ചത്. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത നടപടിയായതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് പത്രം. എന്നാൽ അഭിമുഖത്തിൽ പറയുന്നത് പോലൊരു നിലപാട് സർക്കാരിനോ പിണറായി വിജയനോ ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ഇതെന്തോന്നിടെ എന്ന് നാട്ടുകാർ. അഭിമുഖത്തിൽ തോന്നിയതൊക്കെ പറയുക, പിന്നീടത് പിൻവലിക്കുക. അതിനിടയിൽ PR ഏജൻസി വഴിയാണ് അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ നൽകിയത് എന്ന വിശദീകരണം വരിക. വല്ലാത്ത അവസ്ഥ തന്നെയാണ് പിണറായി വിജയന്. മുഖം മിനുക്കാൻ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം ഇപ്പോൾ പുകപ്പൊള്ളി വികൃതമായിരിക്കുന്നു. പത്രത്തിന്റെ ഖേദപ്രകടനമൊക്കെ അവിടെ നിൽക്കട്ടെ. വലിയ വിവാദമാണ് ഇതിനെ തുടർന്നിപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇത്തരമൊരു അഭിമുഖം ഹിന്ദു പത്രത്തിനോട് ആവശ്യപ്പെട്ടത് കെയ്സൺ എന്ന PR ഏജൻസി. അഭിമുഖത്തിൽ ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യം, ഏജൻസി നൽകിയ വിവരങ്ങളും ചേർത്ത ഒരു അഭിമുഖം. വല്ലാത്ത ഗതികേട് തന്നെയാണല്ലോ കേരള മുഖ്യമന്ത്രിക്കിത്. ഒരു PR ഏജൻസിക്ക് മുഖ്യമന്ത്രിയിൽ ഇത്ര സ്വാധീനമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് ഹിന്ദുവിന്റെ വിശദീകരണം കത്തിപ്പടരുമ്പോഴും ഏജൻസി ഇതുവരെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ CPMോ തള്ളിപ്പറയുന്നില്ല. ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ അന്തം വഴുകി നിൽക്കുകയാണ് പിണറായി വിജയൻ. ഏജൻസിയെ തള്ളിപ്പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തത് ആരാണ് എന്ന് ചോദ്യമുയരും. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടാണോ? എന്തായാലും വികലമായി പോയി അഭിമുഖം. എന്തായാലും മുഖ്യമന്ത്രിയും ഓഫീസുമൊക്കെ ആകെ കുഴഞ്ഞ് ഒരു വല്ലാത്ത ചക്ക പരുവത്തിലാണ്. തനിക്ക് PR ഏജൻസി ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണത്തെ രൂക്ഷമായാണ് പിണറായി വിജയൻ നേരിടുന്നത്. സുനിൽ കനകോലു കോൺഗ്രസ് യോഗത്തിൽ ഇരുന്നതിനെ വിമർശിച്ച മുഖ്യമന്ത്രിക്ക് തന്റെ അഭിമുഖം നടക്കുമ്പോൾ തൊട്ടടുത്ത് ഇരുത്തേണ്ടി വന്നത് 2 PR ഏജൻസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ. ഇടതുപക്ഷത്തിന്റെ തലയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം.
ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ പിണറായി വിജയന്റെ തലയടിച്ച് തകർക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖം PR ഏജൻസി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഹമ്മദ് റിയാസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് പക്ഷേ ആകെ വികൃതമായി. BJP RSS കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ ആക്രമണം പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലക്കുവരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് അഭിഖ്യാതി പറയുന്നത് എന്ന് റിയാസ്. പറയാത്ത കാര്യം കൊടുത്തുവെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് കോഴിക്കോട് നടന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. മലപ്പുറം ജില്ലയ്ക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്ത എത്ര പേർ തിരുത്താൻ തയ്യാറായി? ഇതാണ് റിയാസിന്റെ ചോദ്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് റിയാസ്. 2021 ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവുമാണ്. മാധ്യമങ്ങളുടേത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയുന്നു. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്കടിക്കണം. ഇതാണ് ചിലരുടെ ലക്ഷ്യം. ഇതിനിടയിൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോവുകയാണ്. വർഷങ്ങളായി RSSകാർ പറയുന്ന അതേ വാചകങ്ങളാണ് പിണറായി വിജയൻ പറയുന്നത് എന്ന് ഷിബു ബേബി ജോൺ. പാലക്കാട് ഒരു ആന ചരിഞ്ഞപ്പോൾ പോലും അത് മലപ്പുറത്തിന്റെ തലയിൽ കൊണ്ടുപോയി വയ്ക്കാൻ ചില കേന്ദ്രമന്ത്രിമാർ ശ്രമിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് പട്ടാളത്തിന്റെ ബറ്റാലിയൻ വേണമെന്ന് BJP നേതാവ് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദേശീയ ദിനപത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിലെ ഈ പരാമർശങ്ങളോടെ കൂടുതൽ ഗൗരവതരമായി കാണണമെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. സംഗതി കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് പിണറായിക്ക് മുന്നിൽ. സ്വർണ്ണക്കള്ളക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗൗരവതരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അത് ഗവർണറോട് പോലും മറച്ചുവെച്ചു. മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഗവർണറെ ഇരുട്ടിൽ നിർത്തുകയാണ് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഗവർണറോട് അക്കാര്യം മറച്ചുവെച്ചത് ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ കേന്ദ്രത്തിന് മുന്നിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല പണമിടപാടുകളുമൊക്കെ കൂടുതലാണ്, ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന വിവാദ അഭിമുഖം ഇപ്പോൾ PV അൻവറിന് വലിയ ആയുധമായി മാറി. ഇത് PR ഏജൻസി ഒപ്പിച്ച പണിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണം പച്ചക്കള്ളമെന്നാണ് PV അൻവർ. പത്രം തെറ്റായിട്ടാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചതെങ്കിൽ അച്ചടിച്ച് വന്ന ദിവസം തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇടപെടണമായിരുന്നു. എന്നാൽ 32 മണിക്കൂർ കഴിഞ്ഞ് വിവാദവും പ്രതിഷേധങ്ങളുമൊക്കെ ശക്തമായപ്പോഴാണ് ഇത്തരം വിശദീകരണങ്ങളുമായി മുഖ്യമന്ത്രിയും ഓഫീസും കളത്തിലിറങ്ങിയത്. ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഒരു റിയാസല്ല 100 റിയാസ് വന്ന് ന്യായീകരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് രാജ്യം മുഴുവൻ അറിയിക്കുകയാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അതുവഴി RSS BJP കേന്ദ്രങ്ങളിൽ ഇത് ചർച്ചയാക്കണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിച്ചു. മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിന്റെ റെക്കോർഡ് പുറത്തുവിടാൻ ദ ഹിന്ദു തയ്യാറാകണമെന്നും അൻവർ. ഇതൊരു ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിനൊക്കെ ശേഷിയുള്ളവരുണ്ട്. വല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ പിണറായി വിജയൻ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ മലപ്പുറത്ത് ഒരു പട്ടാള ബറ്റാലിയനു വേണ്ടി ഗവർണർ ശുപാർശ ചെയ്യുമോ? വല്ലാത്ത പുലിവാല് പിടിച്ച് ആകെ അകപ്പെട്ടിരിക്കുന്നു പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങൾ ഓടിച്ചിട്ട് മടയിൽ കയറ്റി പുകയ്ക്കുകയാണ് പിണറായി വിജയനെ. മുഹമ്മദ് റിയാസും എയറിൽ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.